ഇപ്പോൾ റിട്ടയർഡ് എസ് പി ശ്രീ ജോർജ് ജോസഫ് കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, നോക്കൂ, ഇവിടെ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപിൽ 3 ACPമാരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിന്റെ നിയമപരമായ സാഹചര്യങ്ങളെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കാരണം ഷൈൻ്റെ പേരിൽ പരാതിയില്ല, കേസെടുക്കാൻ പറ്റിയ സാഹചര്യങ്ങളില്ല, കാരണം അവിടെ ലഹരി മരുന്നൊന്നും ആ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുമില്ല. ആകെ സംശയാസ്പദമായി നിൽക്കുന്നത് ആ ഇറങ്ങി ഓടിയ ദുരൂഹ സാഹചര്യം മാത്രമാണ്. അല്ല, ഇപ്പം തൽക്കാലം ഇത് കേസെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അയാളുടെ കയ്യിൽ കൊക്കൈൻ പിടിച്ചിട്ടില്ല, അയാൾ താമസം മുറിയിൽ പിടിച്ചിട്ടില്ല. അയാൾ കൊക്കൈൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാള് 3-ാം നില എഴുതി ചാടിയെന്ന് പറയുന്ന ആ ലഹരിയുടെ ആ ഒരു ഉപയോഗം കൊണ്ടാണ് 4-ാം നിലയിൽ ചാടാൻ പോകുന്നത്. അങ്ങനെയാണ് ചാടിപ്പോയത്. അപ്പൊ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതാണ് ഓടി രക്ഷപ്പെട്ടത്. അതുകൊണ്ട് അയാള് ഇപ്പോഴേ പോലീസ് അതേപ്പറ്റി അന്വേഷിക്കുമ്പോൾ അവിടെ ഒരു ഹോൾസെയിൽ കച്ചവടക്കാരൻ ആ വേദാന്ത ഹോട്ടലിൽ എത്തിയിരുന്നു. അപ്പോ അയാളെ തപ്പി വന്നതാണ് പോലീസ്. വന്ന് രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ ഇവന്റെ പേര് കിടക്കുന്ന കണ്ടപ്പോഴാണ് ആ മുറി. തീർച്ചയായും ഇയാളുണ്ടെങ്കിൽ ആ കച്ചവടം അവിടെ നടക്കും എന്ന് പോലീസിന് അറിയാം. അതുകൊണ്ടാണ് പോലീസ് ഇയാളുടെ മുറിയിൽ ചെന്നത്. ഇയാൾ ചാടി ഇറങ്ങി ഓടുകയും ചെയ്തു. പോലീസിന്റെ നിഗമനം കറക്റ്റാണ്. അതുകൊണ്ട് പോലീസ് ഈ കാര്യത്തിൽ ഒരു കാര്യം ചെയ്യണം. ആ ആലപ്പുഴയില് ഇയാൾക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന ഇയാൾക്കും ശ്രീനാഥ് വാസിക്കും കൊടുക്കാൻ കൊണ്ടുവന്ന 2,62,00,000 രൂപയുടെ കഞ്ചാവ് അത് ആ ഒരു ലേഡി കൊടുക്കാൻ കൊണ്ടുവന്നതാണ്. ഇയാൾക്ക് അതിന്റെ പണം അവർ കൈപ്പറ്റിയിട്ടുണ്ട്. അതൊരു 7 ഡിജിറ്റൽ അക്കൗണ്ടിൽ കൂടെ മാറി മാറിയാണ് ആ പണം ഇയാൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് പോലീസ് ടേക്ക് ഓവർ ചെയ്യണം. DGP അതിന്റെ ശ്രദ്ധിക്കണം. ഈ കേസ് ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കേസ് ടേക്ക് ഓവർ ചെയ്യുന്ന നിയമ നടപടികളൊന്നുമില്ല. ഇതെല്ലാം പോലീസ് ചെയ്യേണ്ട വർക്കിന് സ്പെഷ്യലൈസ്ഡ് വിങ് ഉണ്ടാക്കിയേ ഉള്ളൂ. ഫോറസ്റ്റ് ക്ലിയറൻസ് എല്ലാം അങ്ങനെ ഉണ്ടാക്കിയേ ഉള്ളൂ. അതുകൊണ്ട് എപ്പം വേണേലും ആ ഫോറസ്റ്റിന്റെ കേസായിരിക്കും, അത് എക്സൈസിന്റെ കേസായാലും DGPക്ക് ടേക്ക് ഓവർ ചെയ്യാം. അതുകൊണ്ട് ഗവൺമെന്റ് ഉത്തരവനുസരിച്ച് ആ കേസ് ട്രാൻസ്ഫർ ചെയ്ത്, ആലപ്പുഴയിലെ കേസ് ട്രാൻസ്ഫർ ചെയ്ത് ആ പോലീസിന് എത്തിക്കണം. DGP അതിന് നടപടിയെടുക്കണം. അങ്ങനെ ഇയാളെ ഒതുക്കാൻ പറ്റുള്ളൂ. ആ കേസ് മതി. അതിനകത്ത് ഇയാളെ പെർമനന്റ് ആയിട്ട് ജയിലിൽ ഇടണം. മലയാള സിനിമയെ നശിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ. അത് തന്നെയുള്ള കുട്ടികളെല്ലാം സെക്സ് അടിച്ചെങ്കിൽ മാത്രമേ സിനിമയിൽ ഒന്നാമനാകുള്ളൂ എന്നൊക്കെ ധാരണ ഇയാൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇയാളെ ഈ രീതിയിൽ വാഗബോണ്ടായിട്ട് നമുക്ക് റോഡിൽ കൂടെ ഇറക്കിവിടാൻ കഴിയില്ല. ഇപ്പം തൽക്കാലം അയാൾ മടങ്ങിക്കൊണ്ട് അതിനുശേഷം കേസെടുക്കും, മറ്റേ കേസെടുക്കട്ടെ. 2015 കേസ് വിട്ടുപോയിട്ടുണ്ട്. ഇയാളുടെ കൂടെ 4 പെൺകുട്ടികളുമായിട്ട് കൊക്കയിൽ അടിച്ച കേസുണ്ട്. അതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥരും മറ്റേ ചില അഭ്യാസങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് അപ്പീൽ ഹൈക്കോടതി കൊടുക്കട്ടെ. ആ ഹൈക്കോടതി അത് പരിശോധിക്കട്ടെ. കാരണം ആ പെൺകുട്ടിയുടെ ഇയാളുടെ കയ്യിൽ പിടിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു ഗസറ്റ് ഓഫീസർ സാന്നിധ്യം തന്നെയാണ്. ഒരു ഫീമെയിൽ ഗസറ്റ് ഓഫീസർ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്തൊരു ഡിഫക്റ്റ്, അതൊരു വലിയ ഡിഫക്റ്റ് ആയിട്ട് ഞാൻ കരുതുന്നില്ല. ഗസറ്റ് ഓഫീസറുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ആ കേസ് അപ്പീൽ നമുക്ക് ഹൈക്കോടതിയിൽ അടിയന്തരമായിട്ട് ഗവൺമെന്റ് ശ്രദ്ധിക്കണം, DGP ശ്രദ്ധിക്കണം. ആ കേസ് ടേക്ക് ഓവർ അപ്പീൽ കൊടുക്കണം. രണ്ടാമത് ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കേസ് അത് പോലീസിലേക്ക് അടിയന്തരമായി ട്രാൻസ്ഫർ ചെയ്യണം. അതിനൊരു നിയമ തടസ്സങ്ങളുമില്ല. എങ്കിൽ മാത്രമേ ഇയാളെ മലയാള സിനിമയെ നമുക്ക് രക്ഷിക്കാനൊക്കെ നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെ, കോളേജ് സ്കൂൾ കുട്ടികളെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അല്ല, അത് താങ്കൾ പറയുന്നത് ഗൗരവതരമായ മറ്റു പ്രശ്നം കൂടിയാണ്. കാരണം ഹൈബ്രിഡ് കഞ്ചാവ് കേസ് പിടിച്ച ആലപ്പുഴയിലെ കേസ്, അതിൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, അതിൽ ഒരുപാട് വിഷയങ്ങൾ മറ്റുണ്ട്. അതിന് ഈ നിയമപരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോഴത്തെ ഈ സംഭവത്തിലേക്ക് വന്നാൽ ഇവിടെ ഇപ്പോൾ ഇയാളെ സംശയമുനയിൽ നിർത്തുന്നത് എന്തിനിറങ്ങി ഓടി എന്ന പ്രശ്നം മാത്രമാണ്. ഓടിയതും പിന്നീട് ഒളിച്ചതും മാത്രമാണ്. ഇപ്പോൾ പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യങ്ങളിൽ സ്വാഭാവികമായും എന്തിനോടി, എന്തിനൊളിച്ചു എന്നതായിരിക്കുമല്ലോ ചോദിക്കാൻ പോവുക. അതിന് കൃത്യമായൊരു മറുപടി നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ കേസിൽ, ഈ സംഭവത്തിൽ തുടർ നിയമ നടപടികൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇല്ല, അതൊരു ഓഫൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം ഇയാള് പറയുന്നത് അയാളൊരു ഡിഫൻസ് പറഞ്ഞല്ലോ. അതിലെ ഗുണ്ടകൾ ആരും ആക്രമിക്കാൻ വന്നു. ഈ ഡ്രഗ്സ് അടിക്കാൻ, ലഹരി അടിക്കാൻ, ഗുണ്ടകൾ അടിക്കാൻ വഴിയാൻ വരുന്നവരെ തോന്നുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അയാൾ ഇറങ്ങി കൂടി എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനകത്ത് തൽക്കാലം അയാളെ വിടാനേ കഴിയുള്ളൂ. ഇതിന്റെ മറ്റേ കേസ് ടേക്ക് ഓവർ ചെയ്യണം. അത് തന്നെയല്ല, ഇയാളുടെ ആ മുറിയില്, ആ വേദാന്ത ഹോട്ടൽ മുറിയിൽ 314 നമ്പർ മുറിയിൽ ഡ്രഗ്സ് വന്നിട്ടുണ്ടോ? കൊടുത്ത് 2 പേര് അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അത് പോലീസ് അന്വേഷിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും ഇയാളുമായിട്ട് അത് കൈമാറ്റം ചെയ്തിട്ടുണ്ടോ അയാളുമായിട്ട്? കാരണം 1 മാസത്തെ ഫോൺ കോൾ മുഴുവൻ അവിടുത്തെ ACPമാരെ എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഈ പറയുന്ന താങ്കൾ ഇപ്പോൾ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ ഈ ചോദ്യം ചെയ്യലിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതുകൊണ്ടൊരു കോമ്പിനേഷൻസ് എടുക്കാൻ പറ്റില്ല തൽക്കാലം. കാരണം അയാൾ കയ്യിലൊന്നുമില്ല, അയാളെ പോലീസ് ഒന്നും പിടിക്കത്തില്ല. അയാളെ ചോദ്യം ചെയ്തിട്ട് വിട്ടിട്ട് അത് വെരിഫൈ ചെയ്ത് 2ാമത് അയാളെ നോട്ടീസ് കൊടുത്ത് വരുത്തിയെങ്കിൽ മാത്രമേ നമുക്കൊരു കോമ്പിനേഷൻസ് എടുക്കാൻ പറ്റുള്ളൂ.
ആസിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ ഹാജരായിട്ടുണ്ട്, നല്ല കുട്ടിയായിട്ട് ഹാജരായി, ആയിക്കോട്ടെ, നമുക്ക് തടസ്സമില്ല. പോലീസ് എറണാകുളം ACPമാർ അത് കൈകാര്യം ചെയ്യും. അതിനുശേഷം ആ ഹോട്ടലിലെ ഡ്രഗ്സ് വിൽക്കാൻ കൊണ്ടുവന്ന ആളെ ട്രാക്ക് ചെയ്തിട്ട് അയാളെ റിക്കവർ ചെയ്താൽ ഇയാളെ പ്രതിയാക്കാം. അല്ലാതെ ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു ശ്രീ ജോർജ് ജോസഫ് സംസാരിച്ചതിന്.